ഹായ് ഫ്രണ്ട്സ്, ശ്യാമളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോവയ്ക്ക കൊണ്ടൊരു പുതിയ തരത്തിലുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റാണ്, ആന്ധ്ര സ്റ്റൈലാണത്. അപ്പോൾ നമ്മളവിടുത്തെ ആന്ധ്രക്കാരുടെയാണ് കറി കേട്ടോ. ഇത് നല്ല ടേസ്റ്റായിട്ട് പച്ചരി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊന്നിയരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഞാൻ 1/4 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. 2 ചെറിയ സവോള തന്നെ, 2 വലിയതാണെങ്കിൽ ഒറ്റ സവോള മതി. ഇത് ഞാൻ 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, അത് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2-3 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ മല്ലി. ഇനി വേണ്ടത് മുളക് പൊടി, ഉപ്പ്, പിന്നെ കരിവേപ്പില, പിന്നെ ലേശം മല്ലിയിലയും കൂടെ വേണം കേട്ടോ. ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാട്ടോ, ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, വലിയ ഉള്ളി, ഉഴുന്നുപരിപ്പ്, അതുപോലെ തന്നെ മല്ലി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതാട്ടോ, ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി 1/4 സ്പൂണ് ജീരകം കേട്ടോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളി, കരിവേപ്പില ഇത് രണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ചീനച്ചട്ടി ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ആറട്ടെ. ആറിയ ശേഷം നമ്മൾ അരച്ചെടുക്കണം. ഇത് ആറുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ, അത് കഴുകി വൃത്തിയാക്കി അതിന് ഞെട്ടി കളഞ്ഞിട്ട് നമുക്ക് അതിന് അരിഞ്ഞു വയ്ക്കാം. എന്താ കേട്ടോ, കോവയ്ക്കയുടെ ഞെട്ടി ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നടുവേ കീറുക കേട്ടോ. നമ്മൾ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ മസാല നിറച്ച് വെക്കില്ലേ, അതേപോലെ ഇങ്ങനെ 4ആക്കി പിളർന്നിട്ട് ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. ഇങ്ങനെ 4ആക്കി കഷ്ണം മുറിക്കുക. ഇതുണ്ടോ, ഇതുപോലെ എല്ലാ കോവയ്ക്കും ഇതുപോലെ 4ആക്കിയിട്ട് ഇങ്ങനെ കഷ്ണം ഇത് വിട്ടു പോകാണ്ട് നോക്കണം കേട്ടോ. മുറിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ച് വയ്ക്കുക. എന്നിട്ട് ആറിയ ശേഷം നമ്മൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലേശം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. എനിക്കിതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചധികം വേണം, അത് വഴന്ന് വരണമല്ലോ. അതുകൊണ്ട് ലേശം അധികം വെളിച്ചെണ്ണ, ഒരു 2-3 സ്പൂൺ അധികം വെളിച്ചെണ്ണ വിടണം കേട്ടോ. നന്നായിട്ടൊന്ന് ചീനച്ചട്ടി ചൂടാവട്ടെ, എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴന്ന് വരട്ടെ. ഇത് വഴന്ന് വരുമ്പോൾ തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആന്ധ്രാക്കാർക്ക് മഞ്ഞൾപ്പൊടി ഇടാണ്ട് അവർ ഒരു കൂട്ടാനും ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഉള്ളിയൊക്കെ വറുത്തിട്ട് ആറാൻ വെച്ചിട്ടില്ലേ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം.
എടുത്തു വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അതും ഇതിൻ്റെ കൂടെ അരയ്ക്കണം കേട്ടോ. ഇതാട്ടോ നമ്മൾ എടുത്തു വെച്ച് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അരപ്പ് നമ്മൾ ഈ കോവയ്ക്കയിലേക്ക് ചേർക്കണം. ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിയും പിന്നെ കോവയ്ക്കയും തമ്മിലുള്ള കോവയ്ക്ക ഉള്ളിക്കാരം റെഡി ആയിട്ടുണ്ട്. ഇത് പച്ചരി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ച് നോക്കുക, എന്താ ടേസ്റ്റ് അറിയോ. ഇതാട്ടോ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. അതിൽ കൂടെ നമ്മുടെ ഈ കറി ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇതെങ്കിട് ഈ കറി ഇങ്ങോട്ട് ഇടുക. എന്നിട്ടില്ലേ അപ്പം ഇങ്ങനെ ഒന്ന് കുഴച്ചെന്നെ എവിടെ ഇങ്ങോട്ട് കഴിച്ച് നോക്കുക. സൂപ്പറാ മക്കളെ, സൂപ്പറാണ്. നിങ്ങൾ കഴിച്ച് നോക്കിയാൽ അപ്പോഴേ അറിയുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.